നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു 7th എപ്പിസോഡ് ചെയ്യുന്നത്. അതായത് സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് വലിയ കണ്ടെയ്നറുകളോ വലിയ ബയേഴ്സോ ഇല്ലാതെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത്. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നിലയിൽ നമുക്ക് ചെയ്യാവുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മളൊരു ഉദാഹരണം പറയുകയാണ്. ഇത് മാത്രമല്ല, ഇത് അനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ളൊരു എപ്പിസോഡാണിത്. ഇത് എപ്പിസോഡ് നമ്പർ 7. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്ക് ഫാൻസി ഐറ്റംസ്, ആൻറ്റി ക്രാഫ്റ്റ്, ഇപ്പം അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കയറ്റി അയക്കാൻ നിങ്ങൾക്കൊരു വലിയ ബയറിനെ കണ്ടെത്താതെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആക്ച്വലി ഇന്ത്യക്കകത്ത് നമുക്ക് പൊളിറ്റിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനും വഴക്കുണ്ടാക്കാനുള്ള സാധനം മാത്രമല്ല, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബും മറ്റ് ഗൂഗിളും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് ഇൻ്റർനാഷണലി ബിസിനസ്സിനും കൂടി വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കാരണം സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് നിങ്ങൾക്ക് കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ആ കൺട്രികളിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് അയക്കാം. അതായത് അതും എക്സ്പോർട്ടാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതും എക്സ്പോർട്ട് തന്നെയാണ്. കണ്ടെയ്നറുകളിൽ കയറിപ്പോകുന്നതോ ഫ്ലൈറ്റിൽ കയറിപ്പോകുന്നതോ മാത്രമല്ല എക്സ്പോർട്ട്. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ആലിബാബയിൽ നിന്നൊക്കെ നമ്മൾ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുന്നില്ലേ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു തരത്തിലും ഉള്ള ഇമ്പോർട്ടാണ് നടക്കുന്നത്. കാരണം നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്നാണല്ലോ അത് സാധനം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കാം, ചെറിയ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ അതായത് ഷോപ്പ് പീസുകൾ, ഫാൻസി ഐറ്റംസ്, ഗിഫ്റ്റിങ്, ഒരു ഇൻ്റർനാഷണൽ ഇതിൽ നിന്ന് ഒരു ഇപ്പോൾ ഇന്ത്യയിലെ ദൈവങ്ങളുടെ രൂപങ്ങൾ, അതുപോലുള്ള പല സാധനങ്ങൾ, കഥകളി രൂപങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്ത്, അതായത് നമ്മളിവിടെ സാധാരണ ഡ്രസ്സൊക്കെ വിൽക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇൻ്റർനാഷണലി നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് വിൽക്കാം. കൺട്രീസ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, അതേപോലെ തന്നെയാണ് ഡ്രസ്സ്, പലതരത്തിലുള്ള ഇന്ത്യൻ ഡ്രസ്സുകൾ, കാര്യങ്ങൾ, അതൊക്കെ ഗാർമെൻറ്റ്സ് നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവിടുത്തെ ഏതെങ്കിലും സ്മോൾ സ്കെയിൽ റീറ്റെയിലറിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിക്കുവാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ബോക്സ് കണക്കിന് നിങ്ങൾക്ക് കയറ്റി അയക്കാം. ഇൻ്റർനാഷണൽ പോസ്റ്റ് ഓഫീസുകൾ അതിന് ഉപയോഗിക്കാം, ഇൻ്റർനാഷണൽ കൊറിയർ അതിന് ഉപയോഗിക്കാം. ഇനി അതല്ല, ഫ്ലൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറ്റി അയക്കാം. അതായത് ഒരു ഫുൾ കണ്ടെയ്നർ ഒന്നും നിങ്ങൾക്കില്ല, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ ആയുർവേദത്തിന് ലോകത്തെല്ലായിടത്തും വലിയ മാർക്കറ്റുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ്, സ്കിൻ ഗ്ലോ ഉണ്ടാക്കാൻ ഒരു നാച്ചുറൽ ലിപ്സ്റ്റിക്ക്, അതുപോലൊക്കെയുള്ള സാധനങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയുർവേദവുമായിട്ടും നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ഇതുമായിട്ടുള്ള ഒരു മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്കും ഹൈ പ്രോഫിറ്റാണ്. നിങ്ങൾക്കത് വിദേശങ്ങളിൽ നിങ്ങളുടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്താം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് ആലപ്പുഴയും എറണാകുളത്തും ഒക്കെ ബ്രാഞ്ചുകളുള്ള ഒരു ബൊട്ടീക്ക്, അവർക്ക് ഇൻ്റർനാഷണലി ആണ് ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം ഓരോ ദിവസവും വരുന്നത്. കാരണം എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ നിന്ന് വന്നപ്പോൾ, ഈ അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത് ഇന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്ലാറ്റ്ഫോം, ഫ്ലിപ്കാർട്ടോ മിന്ത്രയോ ഒന്നുമല്ല, ഒരു സാധാരണ പ്രാദേശിക പ്ലാറ്റ്ഫോമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത്, അയർലൻഡിലിരിക്കുന്ന ആൾക്കാർ. അപ്പം എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറെ കയറ്റി വിടുന്നത് മാത്രമല്ല, വിവിധ പ്രോഡക്റ്റുകൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. സ്പൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ GCCയിലേക്കൊക്കെ ആൾക്കാർക്ക് സ്മോൾ ക്വാണ്ടിറ്റി ആവശ്യമുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് സ്പൈസസ്, നിങ്ങളുടെ ഒരു ബ്രാൻഡ്, നിങ്ങൾക്ക് സ്പൈസ് തോട്ടമൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷേ അവരുടെ സ്പൈസ് അതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവർക്ക് കയറ്റി അയക്കാം. കേരളത്തിൽ പലയിടത്തും പല യൂണിറ്റുകളും നമ്മളിപ്പോൾ ഒരുപക്ഷെ ബ്രാൻഡ് നെയിം പോലും കേട്ടിട്ടില്ലാത്ത പലരുടെയും സാധനങ്ങൾ GCC കൺട്രീസിൽ പലയിടത്തും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് കണ്ടെയ്നറിലൊന്നുമല്ല, ആളുകൾക്ക് ആവശ്യമുള്ള കുറച്ച് വലിയ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഈ 100 ഗ്രാം 200 ഗ്രാം അല്ല, കുറച്ചുകൂടി വലിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, അച്ചാറുകൾ, ഇതൊക്കെ സ്മോൾ സ്കെയിലിൽ തന്നെ ആളുകൾ എക്സ്പോർട്ട് ധാരാളം നമുക്ക്
നമുക്ക് ചുറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് നേരിട്ടറിയാം. ഈവൻ ഞങ്ങളുടെ ആ ഒരു മെൻറ്റർഷിപ്പിൽ നിൽക്കുന്ന പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിലിലും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. സോ എന്തിന് പറയുന്നു, നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വായു ഗുളിക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കറുത്ത ഉണ്ട പോലിരിക്കുന്ന വായു ഗുളിക, ആ വായു ഗുളികയും ഈവൻ വെളുത്ത അയമോദക വായു ഗുളിക, ഈ സാധനങ്ങൾ വരെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ഗോൾഡ് കവർ ചെയ്ത ആഭരണങ്ങൾ, അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള മാല, കമ്മൽ, വള, അതുപോലെ ഒക്കേഷൻ അനുസരിച്ച് പലപ്പോഴും ലേഡീസ് അവരുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചുള്ള ആഭരണങ്ങൾ, കമ്മൽ, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് സ്മോൾ സ്കെയിലിൽ വളരെ വീട്ടിലിരുന്നു കൊണ്ട് പലരും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്പൈസസ്. ഇപ്പം ഒരു മുളക് പൊടി, മല്ലിപ്പൊടി നിങ്ങൾക്ക് നാട്ടിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിമും പരസ്യം വേണം. പക്ഷേ നിങ്ങൾ നാച്ചുറലായിട്ട് പിന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുളക് വാങ്ങിച്ച് നിങ്ങൾ പൊടിക്കുന്നതാണ് എങ്ങനെയുള്ള വീഡിയോയും ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങളത് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മലയാളി എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റുണ്ട്. നമ്മളല്ലേ പറയുന്നത് പിന്നെ ചന്ദ്രനിൽ ചെന്നാൽ അവിടെയും ചായക്കട നടത്തുന്ന ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമുക്ക് മലയാളി ഇല്ലാത്ത നാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ മലയാളികളുണ്ട് ഇഷ്ടം പോലെ. ഞാൻ സെനഗലിൽ നിൽക്കുമ്പോൾ രസമുള്ളൊരു കാര്യം, പിന്നെ അവിടെ ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ ചെയിൻ ഷോപ്പ് നടത്തുന്ന പിന്നെ മലയാളികൾ ഉണ്ട്. അതേപോലെ തന്നെ ആഫ്രിക്കയിലെ സിയാറ ലിയോൺ, അങ്കോള, ഇവിടെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് മലയാളിയെ കാണാം. ഞാൻ പറഞ്ഞ ആഫ്രിക്ക എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ GCCയിലൊക്കെ മലയാളികളുണ്ട്. അല്ലെങ്കിൽ ദുബായിലെ ഏത് ഷോപ്പിൽ നിന്നിട്ട് ചേട്ടാ ഇതിനെന്താ വിലയെന്ന് നമ്മൾ ചോദിച്ചാൽ മതി. കാരണം അവിടെ നിൽക്കുന്ന 10 പേരിൽ 5 പേര് മലയാളി ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മലയാളി ഉണ്ടാവും. എവിടെ ചെന്നാലും മലയാളം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. എന്ന് പറയുന്ന പോലെ മലയാളി എന്ന നിലയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾക്ക് ഓൾ അറൗണ്ട് ദ വേൾഡ് ആണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്മോൾ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മളൊരു കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം. എന്നാൽ നമുക്ക് ഒരു എയർ കാർഗോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഫ്ലൈറ്റിൽ ബോക്സ് കണക്കിനാണ് പല സാധനങ്ങളും കയറ്റി വിടുന്നതെങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റ് കുറച്ചുകൂടെ കുറയ്ക്കാം. പക്ഷേ ബഡ്ജറ്റ് കുറയ്ക്കുമ്പോൾ ഒരു സംഗതി എന്ന് പറയുന്നത് ഷിപ്പിംഗ്, അതായത് കടലിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടിനേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ് എയർ കാർഗോ എന്ന് പറയുന്നത്. പച്ചക്കറി എയർ കാർഗോ വഴി പോകുന്ന ഒരു സാധനമാണ്. അപ്പം പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എക്സ്പോർട്ട് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ദുബായ് വരെ അവിടുത്തെ മാർക്കറ്റ് വരെ ഒന്ന് പോകാമെങ്കിൽ, അല്ലെങ്കിൽ GCCയിലെ പല മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് പോകാമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓർഡർ എടുത്തുകൊണ്ട് തിരിച്ചു വരാം പച്ചക്കറിക്കുള്ള. ഇനി അത് നിങ്ങളുടെ ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് ബ്രാൻഡഡ് പച്ചക്കറിയാണ്, അതായത് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നു എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസ്യത നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് GCCയിൽ നിന്നല്ല ഓൾ ഓവർ ദ വേൾഡിൽ നിങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ട്. സോ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ മാർക്കറ്റ് ചെറിയവർക്കും വലിയവർക്കും വലിയ രീതിയിൽ ഓപ്പൺ ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.